പണി നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് സൂപ്പർവൈസർ താഴെ നിൽക്കുന്ന പണിക്കാരനെ എന്തോ പറയാൻ വിളിച്ചു. പക്ഷേ ബഹളത്തിനിടെ അയാൾക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല. ഒരു കല്ലെടുത്തെറിഞ്ഞാലോ എന്ന് ആലോചിച്ചെങ്കിലും അത് വേണ്ടെന്ന് വെച്ച് ഒരു 100 രൂപ നോട്ട് സൂപ്പർവൈസർ താഴേക്കിട്ടു. നോട്ട് വീണ ഉടൻ ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പണിക്കാരൻ അതെടുത്ത് പോക്കറ്റിലിട്ടു. പിന്നീട് സൂപ്പർവൈസർ 500 രൂപയുടെ നോട്ട് താഴേക്കിട്ടു. അപ്പോഴും അതാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ പണിക്കാരൻ അതും പോക്കറ്റിലിട്ടു. ഒടുവിൽ സൂപ്പർവൈസർക്ക് ഒരു കല്ല് തന്നെ എടുത്തെറിയേണ്ടി വന്നു. കല്ല് ദേഹത്ത് വീണതോടെ പണിക്കാരൻ വേദനയോടെ മുകളിലേക്ക് നോക്കി. പ്രിയമുള്ളവരെ, ഹിതകരമല്ലാത്തത് സംഭവിക്കുമ്പോഴുണ്ടാകുന്ന വീണ്ടുവിചാരം അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും രൂപപ്പെട്ടിരുന്നെങ്കിൽ ഒട്ടേറെ കല്ലേറുകൾ ഒഴിവാക്കാനായേനെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകളുടെയും കാര്യം. ആപത്ത് വരുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും മാത്രമാണ് പലർക്കും പ്രാർത്ഥനകൾ ഉണ്ടാകുന്നത്. ആപത്ത് വരുമ്പോൾ മാത്രം പരതി നടക്കുന്ന ഒരു പ്രതിഭാസമായി ഈശ്വരനെ മാറ്റി നിർത്തുന്നവരിൽ ആത്മീയതയുടെ അംശം പോലും ഉണ്ടാകില്ല. പ്രാർത്ഥനകളുടെ ഘടന പോലും അപേക്ഷകളും യാചനകളുമാണ്. സ്വീകരിച്ച നന്മകൾക്കും ലഭിച്ച അനുഗ്രഹങ്ങൾക്കുമുള്ള ഉപകാരസ്മരണ പോലും പ്രാർത്ഥനകളിൽ ഉണ്ടാകാറില്ല. കാര്യം കാണാൻ വേണ്ടി മാത്രം നിലനിർത്തുന്ന സൗഹൃദങ്ങളുടെ പട്ടികയിലേക്ക് ഒരിക്കലും ഈശ്വരനെ വലിച്ചിടരുത്. വേദന വന്നിട്ട് വേണോ വിശ്വാസിയാകാനും വിനീതനാകാനും.